ഇപ്പം ഞാനെപ്പോഴും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ സെക്കൻഡ് ഫേസ് ആയിരിക്കണം കോസ്റ്റ്യൂം എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ രാഹുലിൻ്റെ യൂണിവേഴ്സിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഇപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര റാൻഡംലി കളിയാക്കി വിളിക്കുന്നതാണ് CBSE സ്കൂളാണ് എന്നുള്ള രീതിയിൽ. ബട്ട് ഡേസീറ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു സിനിമയാണ്. രാഹുലിൻ്റെ കൂടെ ഇപ്പോൾ രണ്ടാമത്തെ സിനിമ വർക്ക് ചെയ്യണം. അപ്പോൾ രാഹുലിൻ്റെ യൂണിവേഴ്സിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഇപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര റാൻഡംലി കളിയാക്കി വിളിക്കുന്നതാണ് CBSE സ്കൂളാണ് എന്നുള്ള രീതിയിൽ. ബട്ട് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ, ഇത്ര ഷോട്ടുകൾ ഇങ്ങനെയാണ് എടുക്കാൻ പോണേ വെൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ഡയറക്ടറാണ്. അപ്പോൾ ആ സിനിമയുടെ ഫുൾ വിഷൻ ആളുടെ കയ്യിലുണ്ടാവും. നമ്മൾ ചെന്ന് അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ് ആ സ്കൂളിൽ വർക്ക് ചെയ്യാൻ. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാണ്. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ടൈമിൽ അങ്ങനെ ഉടായ്പകളൊന്നും നടക്കില്ല. പ്രോപ്പർലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ടൈമിനുള്ളിൽ കൃത്യമായിട്ട് സബ്മിഷൻ വയ്ക്കേണ്ട ഒരു സ്കൂളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആഫ്റ്റർ ബ്രഹ്മയുഗം ഇപ്പോൾ ഡേസീറ വന്നതായാലും ഭയങ്കര, ഇപ്പോൾ ഒരു ഹൊറർ ഹോണ്ടഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അതിനകത്ത് ഭയങ്കര രസമുള്ള മറ്റൊരു വീടുണ്ട്, ആർക്കിടെക്ചർ ബേസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതിനൊരു കളർ പാലറ്റ് ബേസ് തരുന്നുണ്ട്. സിനിമ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് പോകുന്ന ആ വീടും വേറൊരു വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേസുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളേഴ്സിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് ഹൊറർ ജോണറിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് നമുക്ക് ആ പാലറ്റുകൾ പ്രോപ്പർലി നമ്മൾ കൊടുക്കേണ്ട പാലറ്റുകളിൽ ഷാനാദിക്ക ഭയങ്കര രസമായിട്ട് എനിക്ക് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രണവിനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും പ്രണവിനെ കണ്ടിട്ടുണ്ട്. പ്രണവ് ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കൊരു ഭയങ്കര രസമായിട്ട് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന പുറമേയുള്ള നെറ്റ്ഫ്ലിക്സ് സീരീസുകളിലൊക്കെ കാണുന്ന സിനിമകളിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെ കൂടി ഇപ്പോൾ പ്രണവിൻ്റെ ക്യാരക്ടർ നമ്മൾ അതിനകത്ത് പറയുന്നത് ഒരു വെൽ റിച്ച് ഫാമിലിയിലുള്ള ഒരു ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അതേപോലെ ഒരു ലക്ഷറി ഓൾഡ് മണി എന്നൊക്കെ പറയുന്ന സ്റ്റൈലാണ്. ഇതിപ്പോൾ ഭയങ്കര ക്ലാസി ആയിട്ട് സ്റ്റൈൽ ചെയ്യും. ഇച്ചിരി മറ്റേ എന്താണ് പറയുക, ഇപ്പോൾ നമ്മൾ അതിനകത്ത് പുറത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനൻ ട്രൗസേഴ്സാണ് വീടുകളിൽ കുറേ തന്നെ ലൂസ് ടീഷർട്ട്സ്. അപ്പോൾ അത് മൊത്തം ഒരു ക്ലാസിക് ആയിട്ടുള്ള ആളുകളിൽ വേറെ ചെയ്യുന്നൊരു കാറ്റഗറി സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ ഓൾഡ് മണി എന്നാണ് നമ്മളതിന് കാറ്റഗറിയിൽ പറയാറ്. അതിൻ്റെ ബ്ലെൻഡും പിന്നെ ഞാനത് സോഴ്സ് ചെയ്തൊക്കെ അങ്ങനത്തെ ഒരു നല്ല പ്രീമിയം സ്റ്റോറുകളിൽ നിന്നാണ് എല്ലാം. ഇപ്പോൾ നമുക്ക് കളേഴ്സും ഭയങ്കര രസമുള്ള ഇംഗ്ലീഷ് കളേഴ്സ് കിട്ടാൻ നല്ല ബ്രാൻഡുകൾ. അതെ, ടീഷർട്ട്സും ഇടയ്ക്കൊക്കെ ഷർട്ട്സിൻ്റെ 2-3 പ്ലേസ്മെൻറ്റ് പോയിട്ടുണ്ട്. കൂടുതലും ടീഷർട്ട്സിനകത്താണ്. അതും ഭയങ്കര ഇച്ചിരി ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള പിന്നെ ആ ക്യാരക്ടറിനോട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. ഇപ്പം ഞാനെപ്പോഴും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ സെക്കൻഡ് ഫേസ് ആയിരിക്കണം കോസ്റ്റ്യൂം എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. വായിച്ചു കൊടുത്തും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറേ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു അങ്ങനെയാണ്. നമ്മളൊരു ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്ത്രവും മേക്കപ്പും ആണ് അതിനെ ആക്ച്വലി ഇവരൊരു 50% ഡ്യൂട്ടി തീർക്കുക എന്നുള്ളത്. പ്രണവ് ഭയങ്കര കൂൾ മെമ്പറാണ്. അതായത് പ്രണവിന് ഞാൻ കുറേ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളും നല്ലതാണ്. ബട്ട് പ്രണവ് ഭയങ്കര ഇവരെല്ലാക്കാരൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ പ്രണവിൻ്റെ അടുത്ത് കോൺവെർസേഷനിൽ പ്രണവും ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചില ഡ്രസ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്യണത്.